കർമ്മയോഗിയായി കർമ്മം ചെയ്ത് ഞാൻ ബാബയുടെ ഗീതം കേട്ടുകൊണ്ടിരിക്കുകയാണ്. ആ പാട്ടിലെ ഒരു വരി ഇങ്ങനെയായിരുന്നു: കുട്ടികൾക്ക് സങ്കല്പമുണ്ടായപ്പോൾ ഭാഗ്യവിധാതാവായ ഭഗവാൻ ഓടിയെത്തി. പാട്ടിന്റെ ഈ വരികൾ കേട്ടപ്പോൾ തന്നെ മനസ്സിൽ എന്റെ ശിവപിതാവിനെ കാണുവാനുള്ള സങ്കല്പം എന്റെ മനസ്സിൽ ഉയരുകയാണ്. എന്റെ ശിവപിതാ പരംപിതാ പരം ആത്മാവിനെ കാണുവാനുള്ള ഇച്ഛ മനസ്സിൽ നിറയുന്നതനുസരിച്ച് ഞാൻ അശരീരി സ്ഥിതിയിലേക്ക് പോവുകയാണ്. എന്റെ മനസ്സിനെയും ബുദ്ധിയെയും എന്റെ ശിവപിതാവിലേക്ക് ഏകാഗ്രമാക്കും. എത്രയും പെട്ടെന്ന് എനിക്കെന്റെ ബാബയുടെ അരികിലെത്തണം. ക്ഷണ മാത്രയിൽ തന്നെ ഞാൻ കാണുകയാണ്. പരംധാമത്തിൽ നിന്നും തിളങ്ങുന്ന ഒരു ജ്യോതി താഴേക്ക് ഇറങ്ങി വരികയാണ്. അതിൽ നിന്നും അനന്തമായ ശക്തികളുടെ കിരണങ്ങൾ നാലുപാടും പരന്നുകൊണ്ടിരിക്കുന്നു. പതുക്കെ പതുക്കെ ആ ജ്യോതി സൂക്ഷ്മ ലോകത്തിലെത്തി. ബ്രഹ്മാവിന്റെ ശരീരത്തിൽ പ്രവേശിക്കും. ക്ഷണനേരത്തിനുള്ളിൽ തന്നെ
എൻ്റെ പരമപ്രിയനായ പരംപിത പരമാത്മ തൻ്റെ ആകാരി രഥത്തോടൊപ്പം എൻ്റെ സന്മുഖത്തിലാണ്. എൻ്റെ സന്മുഖത്തിലായി ഞാൻ എൻ്റെ ബാഗ്ദാദിയെ കാണുന്നു. ബാബയുടെ ആഗമനത്തോടുകൂടി എനിക്ക് ചുറ്റുമുള്ള അന്തരീക്ഷം തികച്ചും അലൗകികമായി മാറും. ആത്മീയതയുടെ വൈബ്രേഷൻ നാലുപാടും പരക്കുന്നു. ബാബയിൽ നിന്നും വന്നുകൊണ്ടിരിക്കുന്ന ശക്തിശാലി കിരണങ്ങൾ എന്നിൽ പതിക്കുകയാണ്. ആ ശക്തിശാലി കിരണങ്ങളുടെ ഓറ എനിക്ക് വിദേഹി സ്ഥിതിയുടെ അനുഭവം പ്രദാനം ചെയ്യുകയാണ്. എൻ്റെ സാകാര ശരീരം ഒരു മൃതശരീരത്തിന് സമാനമാകുന്നു. അതിൽ നിന്നും ഒരു പ്രകാശനിർമ്മിതമായ സൂക്ഷ്മ ശരീരം പുറത്തേക്ക് വരികയാണ്. എന്നെ ഈ സൂക്ഷ്മമായ പ്രകാശത്തിന്റെ ആകാരി ഫരിസ്ത സ്വരൂപത്തിൽ ഞാൻ സ്വയത്തെ വളരെ ഭാരരഹിതനായി അനുഭവിക്കുന്നു. ബാപ്ദാദാ വളരെ സ്നേഹത്തോടെ പുഞ്ചിരിച്ചുകൊണ്ട് തന്റെ കൈകൾ എനിക്കു നേരെ നീട്ടുകയാണ്. ഞാൻ എൻ്റെ കൈകൾ ബാബയ്ക്ക് നേരെ നീട്ടുന്നു. ബാബയുടെ കൈകൾക്കുള്ളിൽ ഞാൻ കൈവയ്ക്കുന്നു. എൻ്റെ ബാബ എൻ്റെ കൈ പിടിച്ചുകൊണ്ട്
ഈ സാകാരി ലോകത്തിൽ നിന്നും എന്നെ ദൂരേക്ക് കൊണ്ടുപോവുകയാണ്. ജനനിബിഡമായ സ്ഥലങ്ങളിൽ നിന്നും തിരക്കൊഴിഞ്ഞ വളരെ വിശാലമായൊരു സ്ഥലത്തേക്ക് ബാബ എന്നെ കൂട്ടിക്കൊണ്ടു പോവുകയാണ്. വളരെ സ്നേഹത്തോടു കൂടി ഞാൻ ബാബയെ നോക്കിക്കൊണ്ട് ഈ അലൗകികമായ മിലനത്തിന്റെ ആനന്ദം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. വളരെ പെട്ടെന്ന് തന്നെ ഞാൻ കാണുകയാണ് ആ വിശാലമായ സ്ഥലം വളരെ പെട്ടെന്ന് ഒരു വലിയ പൂൾ ആയി മാറുന്നു. അതിൽ നിന്നും വളരെ വലിയ അഗ്നിജ്വാലകൾ ഉയരാൻ തുടങ്ങുകയാണ്. ആ അഗ്നിജ്വാലകൾ ആകാശം മുട്ടെ ഉയരാൻ തുടങ്ങി. വളരെയേറെ ഭയന്നുകൊണ്ട് ഞാൻ ബാബയെ നോക്കുകയാണ്. ബാബ എന്റെ കൈപിടിച്ചുകൊണ്ട് ആ അഗ്നിജ്വാലയ്ക്ക് സമീപത്തിലേക്ക് കൊണ്ടുപോകുന്നു. മന്മനാഭവ എന്ന മന്ത്രം നൽകി ബാബ എന്നെ ആ സ്ഥിതിയിലിരുത്തിക്കൊണ്ട് തന്റെ ശക്തിശാലി കിരണങ്ങൾ എന്നിലേക്ക് പ്രസരിപ്പിക്കുന്നു. ഞാൻ കാണുകയാണ് ബാബയുടെ മസ്തകത്തിൽ നിന്നും കണ്ണുകളിൽ നിന്നുമെല്ലാം ശക്തികളുടെ ജ്വാലാസ്വരൂപത്തിന്റെ ധാര പ്രവഹിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ജ്വാലാസ്വരൂപത്തിന്റെ ധാരകൾ ഈ ജ്ഞാന യോഗത്തിന്റെ അഗ്നിയിൽ നിന്നും പാവനമായ കിരണങ്ങൾ എന്നിലേക്ക് പതിക്കുകയാണ്. അതിലൂടെ എന്റെ ഉള്ളിൽ നിന്നും പഞ്ചവികാരങ്ങളുടെ ഭൂതങ്ങൾ
ഓരോന്നായി പുറത്തു പോവുകയാണ്. ഓരോ ഭൂതങ്ങളും ഈ അഗ്നിയിൽ ജ്വലിച്ച് ഭസ്മമാകുന്നു. പഞ്ചവികാരങ്ങളും സ്വാഹ ചെയ്യപ്പെടുന്നു. ഈ ഭൂതങ്ങളെല്ലാം സ്വാഹ ചെയ്യപ്പെടുന്നതിലൂടെ എന്റെ സ്വരൂപവും മാറിക്കൊണ്ടിരിക്കുന്നു. ഞാൻ ദൈവീകമായ ഗുണങ്ങളാൽ സമ്പന്നമാവുകയാണ്. ഇപ്പോൾ എൻ്റെ മനസ്സിലെ എല്ലാ സംശയങ്ങളും ഭയങ്ങളും ഇല്ലാതായിരിക്കുന്നു. ഞാൻ മനസ്സിലാക്കുകയാണ്, ഈ വിശാലമായ അഗ്നികുണ്ഡം പരമാത്മാവിനാൽ സ്വയം രചിക്കപ്പെട്ട പരിധികളില്ലാത്ത രുദ്രജ്ഞാനയജ്ഞമാണ്. ഈ രുദ്രജ്ഞാനയജ്ഞത്തിൽ നിന്നും പ്രജ്വലിതമാകുന്ന വിനാശത്തിന്റെ ജ്വാലയിൽ മുഴുവൻ പഴയ ലോകവും പഴയ സംസ്കാരവും കത്തിച്ചാമ്പലായി തീരും. അതിനുശേഷം ഒരു പുതിയ ദൈവിക സ്വരാജ്യത്തിന്റെ സ്ഥാപനയുണ്ടാകും. അവിടെ ദൈവിക ഗുണത്തോടുകൂടിയ മനുഷ്യർ, അതായത് ദേവീ ദേവതകളുടെ രാജ്യമുണ്ടാകും. എന്നാൽ ദേവീ ദേവതകൾ ഈ ലോകത്തിലേക്ക് വരുന്നതിന് മുമ്പ് പരമാത്മാവിനാൽ രചിക്കപ്പെട്ട ഈ രുദ്രജ്ഞാന യജ്ഞത്തെ പരിപാലിക്കുക എന്നുള്ളത് എന്റെ ഉത്തരവാദിത്തമാണ്. ഈ ഉത്തരവാദിത്തത്തെ പൂർത്തീകരിക്കുന്നതിന് ഫരിസ്തയായി ഞാനിപ്പോൾ എന്റെ ബ്രാഹ്മണ സ്വരൂപത്തിലേക്ക് മടങ്ങി വരുന്നു. ബാബയുടെ ശ്രീമതത്തിലൂടെ നടന്ന് ബാബയാൽ രചിക്കപ്പെട്ട അവിനാശിയായ രുദ്രജ്ഞാന യജ്ഞത്തെ വളരെ സ്നേഹത്തോടു കൂടി സത്യമായ ഹൃദയത്തോടെ പരിപാലിക്കുക എന്നത് തന്നെയാണ് എന്റെ ഈ ബ്രാഹ്മണ ജീവിതത്തിന് ലക്ഷ്യം.
ഈ ലക്ഷ്യത്തെ പ്രാപിക്കുവാൻ വേണ്ടി ഞാൻ എൻ്റെ ശരീരവും മനസ്സും ധനവുമെല്ലാം ഈശ്വരീയ യജ്ഞത്തിൽ വിനിയോഗിച്ച് സമ്പൂർണ്ണ സമർപ്പണ ഭാവത്തോടെ ഈ യജ്ഞത്തെ നടത്തിക്കൊണ്ടു പോകുവാൻ നിമിത്തമാണ്. പരമാത്മാ ബാബയിലൂടെ രചിക്കപ്പെട്ട ഈ അവിനാശി രുദ്രജ്ഞാന യജ്ഞത്തിൽ സഹയോഗിയാകുന്നതിന് വേണ്ടി ഞാൻ ബാബയോട് പവിത്രതയുടെ പ്രതിജ്ഞ എടുക്കുകയാണ്. ആ പ്രതിജ്ഞ മനസ്സ വാച കർമ്മണ പൂർത്തീകരിക്കുവാനുള്ള പുരുഷാർത്ഥത്തിൽ ഞാൻ സദാ തൽപരനാണ്. മനസ്സ വാച കർമ്മണ അപവിത്രതയുടെ അംശം പോലും എന്നിലേക്ക് വരുവാൻ പാടില്ല. ഈ കാര്യത്തിൽ പൂർണ്ണമായ ശ്രദ്ധ വെച്ചുകൊണ്ട് യജ്ഞരക്ഷകനായി സത്യമായ മനസ്സോടെ ഹൃദയത്തോടെ യജ്ഞത്തിന്റെ പരിപാലന ചെയ്തുകൊണ്ടിരിക്കുന്നു.